ഇസ്രായേലിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇതുപോലത്തെ AI ക്രിയേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പിക്ചേഴ്സും ഇറക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ ഒരു സഹതാപ തരംഗം അത് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളാണ് നമ്മളീ കണ്ടത്. ഇത്രയും കാലം അയൺ ഡോം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ അങ്ങനെ ഉള്ളിൽ അറിയാണ്ട് ചിരിച്ചു പോകും. പുച്ഛം എന്താന്ന് പറയേണ്ടതെന്ന് അറിയില്ല. ഇത്രയും കാലം അയൺ ഡോം എന്നും പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തി. ഇപ്പോൾ അയൺ ഡോം വരെ കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ അയൺ ഡോം വെറും നോക്കുകുത്തിയായിട്ട് ഇങ്ങനെ മിസൈൽ ഇങ്ങനെ പോകുമ്പോൾ അയൺ ഡോം ഇങ്ങനെ നോക്കി നിൽക്കും, അപ്പുറത്ത് മിസൈൽ വെക്കുമ്പോൾ അയൺ ഡോം അങ്ങനെ നോക്കും. ഈ അവസ്ഥയിലോട്ട് ഇറാൻ ഇസ്രായേലിനെ മാറ്റിയെടുത്തല്ലോ, അതും 6-7 ദിവസം കൊണ്ട്. ഇനി ഇതേ ലെവലിൽ തന്നെ യുദ്ധം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു 10-12 ദിവസം കൊണ്ട് ഇസ്രായേലിൻ്റെ അയൺ ഡോമും പോയി മൊത്തം കൂട്ടിക്കെട്ടി കയ്യിൽ നെതന്യാഹുവിൻ്റെ അണ്ണാക്കിൽ തിരികെ കയറ്റേണ്ട അവസ്ഥയിലോട്ട് എത്തും. അതിൻ്റെ ഇടയ്ക്ക് അമേരിക്ക സഹായിക്കായിരിക്കും. അമേരിക്കനെ പോലത്തെ ഒരു സപ്പോർട്ട് സഹായത്തിന് വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ തീർച്ചയായിട്ടും ഇറാൻ എന്ന രാജ്യത്തിൻ്റെ മേലെ മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര പ്രഹരം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ തോൽപ്പിക്കാൻ പറ്റില്ല ഇറാനെ. അതാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. പിന്നെ ഈ തുടക്കത്തിൽ ഞാനിട്ട ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇത്രയും കാലം ഇസ്രായേൽ എന്ത് നടന്നു കഴിഞ്ഞാലും പുറത്തോട്ട് ആൾക്കാരൊന്നും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അറിയരുത്, അയൺ ഡോം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പ്രഹരം ഏൽക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു പ്രചരണങ്ങൾ നടന്നത്. ആദ്യമായിട്ട് രാജ്യം വന്നിട്ട് വേണ്ട പോലെ മിസൈലുകൾ ഇട്ടപ്പോഴേക്കും അയൺ ഡോമിൻ്റെ മുട്ടിൽ തീ കിട്ടിയ അവസ്ഥ കിട്ടി. അതോടുകൂടി തന്നെ ഇസ്രായേൽ ഒരു പുതിയ ഇങ്ങനത്തെ കുറേ സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്തു. ഒരു സഹതാപ തരംഗം. പണ്ട് ഹമാസിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഗാസയിലെ പിള്ളേർ മരിക്കുന്നു, അവിടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ആളുകളെ കൊല്ലുന്നതെല്ലാം വീഡിയോ ഒക്കെ പല സ്ഥലത്ത് വന്നപ്പം ഇസ്രായേൽ പറഞ്ഞത് അതിലൊന്നും കാര്യമില്ല, അതൊക്കെ തെറ്റാണ്, അതൊക്കെ ക്രിയേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്, ഞങ്ങളവിടെ സമാധാനം വിതറും എന്നൊക്കെ പറഞ്ഞിരുന്നത്. അത് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയും അവിടുത്തെ ഒരു 10-70 ആൾക്കാരെ ഫുഡിന് വേണ്ടി വന്ന കുറേ പേരെ ഇസ്രായേൽ സേന വെടിവെച്ചിട്ടും ബോംബെറിഞ്ഞിട്ടും കൊന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു സ്ഥലത്ത് ബിൽഡിങ്ങുകൾ ഇസ്രായേലിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്ക് പരിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു. മരിച്ചവരുടെ അവസ്ഥ ഒന്നും പുറത്തോട്ട് എത്താൻ പോകുന്നില്ല. കാരണം ഇൻ്റർനാഷണൽ പ്രസ്സിനും, കംപ്ലീറ്റ് പ്രസ്, ഇൻറ്റേർണൽ, ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി പ്രസ്സിനൊക്കെ വേണ്ട രീതിയിലുള്ള സെൻസർഷിപ്പ് കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ പല വീഡിയോസും പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല. പിന്നെ ഇസ്രായേലിൻ്റെ അവസ്ഥ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയ കുറച്ച് ക്രിസംഗി മുസംഗി സംഘികൾ മാത്രമാണ് ഞങ്ങൾ ഇസ്രായേൽ സേഫാണ്, ഞങ്ങൾ അതാണ് ഇതാണ് എന്ന് പറയുമ്പോഴൊക്കെ ഈ യഥാർത്ഥത്തിൽ അവിടെ പറ്റുന്ന അവസ്ഥകൾ കാണിച്ചുകൊണ്ട് അവിടുത്തെ മറ്റ് കുറേ ആൾക്കാർ, മറ്റ് കുറേ ജനങ്ങൾ പല വീഡിയോസും അല്ലെങ്കിൽ പല ഫോട്ടോസും കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. അത് സെൻസർഷിപ്പ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസിന് എത്ര ഗുരുതരമാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഈ സംഗീതവും പിടിച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാർ എന്തിൻ്റെ പേരിലാണോ അറിയില്ല. ഇനി അന്നം കൊടുക്കുന്ന രാജ്യമായതുകൊണ്ടായിരിക്കാം, അല്ലെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവന്മാരെ തിരിച്ചും കൊണ്ട് വിടും എന്നുള്ള പേടി കൊണ്ടും ആയിരിക്കാം ഇങ്ങനെ വന്നിട്ട് സംഗീതം മെഴുകിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ പല ആളുകളും. ചില ആളുകൾ വന്ന് കറക്റ്റ് പറയുന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, കഴിഞ്ഞ 6 ദിവസങ്ങളായിട്ട് ഉറങ്ങുന്നില്ല, രാത്രിയിൽ പല സമയത്ത് ബങ്കറിൻ്റെ അകത്തോട്ട് പോകുന്നു, പുറത്തോട്ട് വരുന്നു, അടുത്ത മിസൈൽ വരുന്നു, അകത്തോട്ട് പോകുന്നു, പുറത്തോട്ട് വരുന്നു. പിന്നെ ഇവരൊക്കെ താമസിക്കുന്നത് പല ഭാഗത്ത്, ജെറുസലേമിലും അവിടെയും ഇവിടെയൊക്കെ ആയതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്ന തെല്ലവീലോ അല്ലെങ്കിൽ മറ്റ് ചില പ്രധാന സിറ്റികളിലൊക്കെ നടക്കുന്ന എന്താണെന്ന് ഈ പാവങ്ങൾക്ക് അറിയില്ല. പിന്നെ സംഗീതം താങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നടക്കട്ടെ, അത് സ്വകാര്യത്തിൽ നടക്കട്ടെ. ഇനി ഇത്രയും അധപതിച്ചോ ഇസ്രായേലിന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സത്യം. ഇറാൻ്റെ കയ്യിലുള്ള മിസൈൽസിൻ്റെ എണ്ണം ഇസ്രായേലീസിൻ്റെ കയ്യിലുള്ള മിസൈൽസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. ഇറാൻ്റെ അടുത്ത് അത്രയും മിസൈൽ ശേഖരങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടായിരുന്ന അയൺ ഡോമും അതുപോലെ തന്നെ മറ്റ് ചില പ്രതിരോധ പരിപാടികളും ടെക്നോളജിയൊക്കെ ആയിരുന്നു അമേരിക്ക കൊടുത്തതായിട്ടും അവരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇതിങ്ങനെ തുരുതുര മിസൈൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ അയൺ ഡോമിന് പോലും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള മിസൈൽസ് തീർന്നുകൊണ്ടിരിക്കല്ലേ, അവിടെ നിന്ന് 100 മിസൈൽ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ 100 മിസൈൽ അടിച്ചിട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് പ്രതിരോധ മിസൈലുകൾ. അതിൽ 2-3-4 മിസൈലുകളായിരിക്കും ഈ ഇവിടെ വെക്കുന്നത്. കാരണം ഒരു ഇറാനേക്കാൾ ഒരു 90 ഇരട്ടി ചെറുതായിട്ടുള്ള രാജ്യത്ത് ഇറാൻ ഇത്രയും മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ 10 മിസൈൽ വീണാൽ തന്നെ ഇസ്രായേലിൻ്റെ കട്ടപ്പുക ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയൺ ഡോം എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തി ഇത്രയും കാലം മറ്റേ ഓലപ്പാമ്പിനെ കാണിച്ചിട്ടാണല്ലോ ആൾക്കാരെ പറ്റിച്ചത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള രാജ്യം വേണ്ട പോലെ ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ തവിട് പൊടിയാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോരാത്തതിന് ട്രംപ് ഇപ്പം പൊട്ടിക്കും ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞാലും ട്രംപ് ഇതിനോട്ട് ചാടി ഇറങ്ങില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ റഷ്യ മുന്നോട്ട് വന്നിട്ട് സമാധാന ചർച്ച, അല്ലെങ്കിൽ നമുക്ക് സമാധാനപരമായിട്ട് ഇസ്രായേലിൻ്റെ ആണവ പരീക്ഷണങ്ങളിലും കാര്യങ്ങളും ചില കംപ്ലീറ്റ്ലി ഒഴിവാക്കാണ്ട് ചില ഉപാധികളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തൂടെ എന്ന് ചോദിച്ച സമയത്ത് അമേരിക്ക നമ്മുടെ നമ്മുടെ ട്രംപ് എണ്ണം പറഞ്ഞു, ആദ്യം നിങ്ങൾ ഉക്രൈനായിട്ടുള്ള യുദ്ധമൊക്കെ തീരുമാനാക്കുക, എന്നിട്ട് ഇവിടെ തീരുമാനാക്കാം.
എന്നിട്ടും പുള്ളി ഇവിടെ വന്നിട്ട് ചാഞ്ചട്ട അടികൊണ്ട് കളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും റഷ്യ വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു, ഓക്കെ അതിന് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം കാണിക്കേണ്ട, പക്ഷേ ഒരു സമയത്ത് ഇറാൻ യഥാർത്ഥത്തിൽ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് സഹായം വേണം, സൈനിക സഹായം അല്ലെങ്കിൽ മറ്റ് ടെക്നോളജിയോ അതല്ലെങ്കിൽ ആയുധ സഹായം വേണമെങ്കിൽ ഞങ്ങൾ സഹായിച്ചിരിക്കും. റഷ്യ ഇറാൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ അവിടെ അമേരിക്കയല്ല, അവിടെ ഇസ്രായേലല്ല, അവിടെ ഒരു രാജ്യം നിൽക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ ജീവനും കൊണ്ട് ഈ പറഞ്ഞ എല്ലാവരും ഓടേണ്ടി വരും. കൂട്ടത്തിൽ ചൈനയും കൂടെ ഇറാൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പിന്നെ ചിന്തിച്ച് നോക്കാൻ പോലും പറ്റില്ല. റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഇസ്രായേലിൻ്റെ കൂടെ പ്രത്യക്ഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടറിയാം അമേരിക്ക പൊളിയും കംപ്ലീറ്റ്ലി എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ചാടിക്കേറിയതിലോട്ട് ഇടപെടാണ്ട് മാറിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് റഷ്യയും ചൈനയും ഇത്തരത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതിൽ കാര്യം നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഇറാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെപ്പൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈന മെയ്ഡാണ്. അതല്ലെങ്കിൽ റഷ്യയുടെ പല സപ്പോർട്ട്സും മറ്റ് ഫൈറ്റർ ജെറ്റുകളായിട്ടും മറ്റ് പല സപ്പോർട്ട്സും യൂസ് ചെയ്യുന്നതും ഇറാനാണ്. ഈ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം അമേരിക്ക ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് ഇവരെ കിടന്ന് ആക്രമിക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും പണി കിട്ടും, ഇസ്രായേലിനും പണി കിട്ടും. അതോടുകൂടി അമേരിക്കൻ്റെ ആയുധത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആയുധ കച്ചവടത്തിൻ്റെ വാല്യൂ, ഇസ്രായേലിൻ്റെ ആയുധ കച്ചവടത്തിൻ്റെ വാല്യൂ ഈ പറഞ്ഞ പല രാജ്യങ്ങളിലും ഡൗൺ ആവും. ആ പൈസ കിട്ടുക അല്ലെങ്കിൽ ആ ഒരു കച്ചവടം പുതുതായിട്ട് വരാൻ പോകുന്നത് റഷ്യക്കും ചൈനയ്ക്കും ആയിരിക്കും എന്നുള്ളത് അമേരിക്ക വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ദൗർബല്യങ്ങൾ ഇവിടെ കാണിക്കാനായിട്ട് ചാടി പുറപ്പെട്ടതിന് വരില്ല. ഇനി അത് മാത്രമല്ല, അമേരിക്കൻ ഭരണം നടത്തുന്ന അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ പല ആളുകൾക്കും വ്യക്തമായിട്ട് അറിയാം ട്രംപ് ഇതിന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ട്രംപ് ഇതിന് ഇടപെടരുത് എന്നുള്ളത്. കാരണം മെയ്ക്ക് അമേരിക്ക എന്നും പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ട്രംപും ഈ ഒരു പാർട്ടിയും ഇതിൽ അധികാരത്തിൽ വന്ന്. അതിൻ്റെ ഇടയ്ക്ക് അമേരിക്കയ്ക്ക് ഒരു 100 പ്രശ്നങ്ങൾ അവിടെ കിടക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവരെ പോയി സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിനെ താങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ട്രംപിൻ്റെ കച്ചവടം നന്നാക്കാനും ട്രംപിൻ്റെ ബിസിനസ് വലുതാക്കാനും ഇസ്രായേലിനെ പോലത്തെ രാജ്യത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ട്രംപിന് പറ്റില്ല. അതുകൊണ്ടാണ് ട്രംപ് ഞാൻ ഇന്ന് സഹായിക്കും നാളെ സഹായിക്കും ഇല്ല അവസാനമായിട്ട് പറഞ്ഞ് 2 ആഴ്ച നോക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ട്രംപിൻ്റെ ബിസിനസ്സും ട്രംപിൻ്റെ കാര്യങ്ങളും കളികളും വളരെ വ്യക്തമായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യക്ഷ സപ്പോർട്ട് ഇതുവരെ ട്രംപ് മുന്നോട്ട് വരാഞ്ഞതും. അതുപോലെ തന്നെ ഇതേ സമയത്ത് ഇറാൻ്റെ സപ്പോർട്ടായിട്ടുള്ള ചൈനയും അതുപോലെ തന്നെ റഷ്യയും വേണ്ട പോലെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് അവരുടെ ആയുധങ്ങളുടെ അല്ലെങ്കിൽ അവർ കൊടുക്കാൻ പോകുന്ന ടെക്നോളജിയുടെ എഫക്റ്റ് ഫലം എത്രത്തോളം ഉണ്ടെന്ന് മറ്റ് ലോകരാജ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകരാജ്യങ്ങളുടെ ആയുധ കച്ചവടം റഷ്യ ആയിട്ടും അല്ലെങ്കിൽ ചൈന ആയിട്ടും ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പത്മവ്യൂഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ അമേരിക്ക നിൽക്കുന്നു, ഞങ്ങളിപ്പോൾ സഹായിക്കും എന്ന് പറയുന്നു. റഷ്യ ഇവിടെ നിൽക്കുന്നു, സമാധാനം വേണോ അതല്ല ഞങ്ങൾ അടിക്കണോ. അപ്പുറത്ത് ചൈന നിൽക്കുന്നു, നിങ്ങൾക്ക് ഇറാൻ ഏത് സഹായം ചോദിച്ചു കഴിഞ്ഞാലും എത്ര വേണമെങ്കിലും ഞങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പം ഈ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അറിയാണ്ടാണ് നമ്മുടെ നാട്ടിലെ പല സംഘമിത്രങ്ങളും ഇസ്രായേലിനും തലേ കയറ്റി നടക്കുന്നത് എന്ന് കാണുമ്പം എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഈ മിത്രങ്ങളോട്. ഇടയ്ക്കിടയ്ക്ക് എന്തിനെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂസ് മീഡിയ എടുത്ത് നോക്കണമെങ്കിൽ അതായത് ഔദ്യോഗിക ചാനലുകളങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ചാണക ചാനലുകളിൽ വന്നിരുന്നിട്ട് പൊട്ടിച്ചു ഖമേനി ചത്തു നമ്മുടെ നെതന്യാഹു മറ്റേ ഭഗവത്ഗീത കൈ പിടിച്ചിട്ടാണ് നെതന്യാഹു യുദ്ധത്തിന് പോകുന്നതെന്നൊക്കെയുള്ള വീഡിയോസ് കണ്ടു. അല്ലെങ്കിൽ ഇസ്രായേലികൾ യുദ്ധത്തിന് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഗായത്രി മന്ത്രം ചൊല്ലിയിട്ടൊക്കെയാണ് ഇറങ്ങുന്നതെന്നുള്ള ചില ആൾക്കാരുടെ വീഡിയോസും കമൻറ്റും കണ്ടപ്പോഴാണ് ഞാൻ ഇത് ഇടക്കിടക്ക് ഈ സംഖ്യകളുടെ പേര് ഇത് എടുത്തിരുന്നത്. എന്താണ് യുദ്ധം, എന്താണ് അവിടെ നടക്കുന്നത്, ആരാണ് ഇസ്രായേൽ, ആരാണ് ഇറാൻ, ഇവർക്ക് ഇന്ത്യ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യ അവർക്ക് എന്ത് ചെയ്തു എന്നുള്ളത് പോലും അറിയാതെ സംഗീതം തലയിൽ കയറിയിട്ട് ഇതിനെ കമൻറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ഇത്രയും പുച്ഛം മാത്രം തോന്നിയിട്ടുള്ളത്. അപ്പം റഷ്യ ചൈന ഇറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും കഥ തീരും എന്നുള്ളത് വ്യക്തമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പുറത്ത് അമേരിക്ക നിൽക്കുന്നതും. ഇതിൻ്റെ ഇടയ്ക്ക് ഇസ്രായേലിൽ വേണ്ട രീതിയിൽ മിസൈൽ വർഷം തന്നെയാണ് ഇറാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. തിരിച്ച് ഇസ്രായേൽ മാക്സിമം തന്നെ അടിക്കും എന്നുള്ളത് നമുക്കറിയാം. അടിച്ച് ഇറാൻ്റെ പല ഭാഗങ്ങൾക്കും മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്നത്ര ദുരിതം അവർ പെയ്യിക്കും എന്നും എല്ലാവർക്കും ഉണ്ട്. ഇതാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വരും ദിവസങ്ങൾക്ക് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആരൊക്കെ ആരെ സഹായിക്കും, ആർക്കൊക്കെ പണി കിട്ടും, ഇനി ആരൊക്കെ കൊല്ലപ്പെടും എന്നുള്ളതും.